കഴിഞ്ഞ ദിവസം ഒരാൾ ഒരു മെസ്സേജ് എനിക്ക് അയച്ചു. അയാൾ എൻ്റെ അടുത്ത് ഹീലിങ്ങിന് ചെയ്യാനായിട്ട് വന്നേക്കേണ്ട ഒരാളൊന്നുമല്ല, പക്ഷേ എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന ആളാണ്. അപ്പോൾ നമ്മളെല്ലാവർക്കും മറുപടി അയക്കാറുണ്ട്. ആര് മെസ്സേജ് ഇട്ടാലും എൻ്റെ സമയം പോലെ. സമയത്തിൻ്റെ പ്രശ്നം ഒരു വലിയൊരു വിഷയമാണ്. കാരണം എല്ലാ വീടുകളിലും പറയാറുണ്ട് ഞാൻ. കാരണം രാവിലെ നമ്മൾ 7:30 നമ്മുടെ ഹീലിംഗ് സെഷൻ സ്റ്റാർട്ട് ചെയ്യും. ചിലപ്പോൾ 6 മണി വരെ ഉണ്ടാവും വൈകുന്നേരം. അപ്പോൾ ഒരു 4-5 പേർക്കുള്ള ഹീലിംഗ് നമ്മൾ ചെയ്യാറുണ്ട്. 1 മണിക്കൂർ വേണം ഒരാൾക്ക് ചെയ്യാൻ. പിന്നെ ആൾക്കാരായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ കുറേ സമയം അങ്ങനെ പോകും. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അതിൻ്റെ പരിപാടികളുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ആക്ടിവിറ്റി ഇല്ലാതിരിക്കുന്നൊരു മനുഷ്യനാണ് ഇപ്പോൾ ഞാൻ. അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ച ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ആവാഹനം ചെയ്യാനായിട്ട് പോയി ശത്രുബാധ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളൊരാൾ പ്രശ്നം നോക്കിയിട്ട് പറയുന്നു ശത്രുബാധയുണ്ട്. നമ്മളൊരാളടുത്ത് പോകുന്നു, കർമ്മിയടുത്ത് പോകുന്നു, കർമ്മം ചെയ്യുന്നു. കർമ്മം ചെയ്യുമ്പോൾ മാറുന്നു. അത് കഴിഞ്ഞ് 1-2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും ഇതേ സെയിം പ്രശ്നം നമുക്ക് വീണ്ടും വരും. അപ്പോൾ ആ കർമ്മിയെടുത്ത് ചെല്ലുന്നു. കർമ്മി വീണ്ടും പ്രശ്നം നോക്കുന്നു, അല്ലെങ്കിൽ ജ്യോത്സ്യൻ്റെ അടുത്ത് പോയി നോക്കുന്നു. ആ പറയും വീണ്ടും ബാധ വന്നു എന്ന് പറയുന്നു. ഇങ്ങനെ നിരവധി തവണ ഇതേപോലെ ഈ ബാധ ഒഴിപ്പിക്കുന്ന ആളുകൾ കുറേ പേരുണ്ട്. ചിലർ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാനും ഇതൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കണേന്ന് അല്ലേ. അപ്പോൾ ഇതെന്തുകൊണ്ടാണെന്ന് അതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി പറയണം എന്നതിനോട് പറഞ്ഞു. ഇതിനെപ്പറ്റി കൂടുതലായിട്ട് ക്ലാരിറ്റി തരാനായിട്ട് എനിക്ക് സാധിക്കില്ല. കാരണം അതിസങ്കീർണമായ ടോപ്പിക്കാണ്. പിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് പല ആളുകൾക്കും അത് ഹർട്ടായിട്ട് വരാനുള്ള സാധ്യതകളുണ്ട്. തുറന്നടിച്ച് ഈ കാര്യങ്ങൾ പറയണത് അത്ര പന്തിയല്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് കൂടുതൽ ഞാനെപ്പറ്റി സംസാരിക്കുന്നില്ല. പക്ഷേ എനിക്കറിയാവുന്ന ഒരു സംഭവം ഞാൻ പറയാം. അതായത് ഒരു വിദേശത്തുള്ള ഒരു ഫാമിലിയാണ്. അപ്പോൾ അതിനകത്തൊരാൾ ഇതേപോലെ ബാധാപ്രശ്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഒരാൾ സമീപിക്കുന്നു. അപ്പോൾ അയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റാണ്. ഇവരെപ്പറ്റി പറയുന്നതും ഇവരുടെ പ്രശ്നങ്ങളെപ്പറ്റി പറയുന്നതൊക്കെ വളരെ ഷാർപ്പാണ്. ഇവർക്ക് ഭയങ്കര വിശ്വാസമായി. അങ്ങനെ വിശ്വാസം വന്നു കഴിഞ്ഞപ്പോൾ ഇതേപോലെ ഒരുപാട് പൈസ അവരുടെ അടുത്തുനിന്ന് ഇയാൾ കൈപ്പറ്റി. പല ആവശ്യങ്ങളാണ് അതാണെന്നൊക്കെ പറഞ്ഞിട്ട് പൈസകൾ വാങ്ങുകയും പൈസകൾ ഇതുവരെ മടക്കി കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവർക്ക് ബാധയുടെ ഉപദ്രവങ്ങൾ കൂടുകയാണ് ചെയ്തത്. കാരണം ഇതിങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് ഇങ്ങനെ ബാധ ഇങ്ങനെ ഇടക്കിടക്ക് വന്നുകൊണ്ടിരിക്കും. ഇപ്പോഴത്തേക്കാളും അത് കൂടി ബാധശല്യം. അപ്പോൾ ഇവർ എൻ്റെ അടുത്ത് ഇങ്ങനെ ഈ കാര്യം പറഞ്ഞിട്ട് വന്ന സമയത്ത് എൻ്റെ വീഡിയോ കണ്ട് വന്നതാണ്. അപ്പോൾ ഞാനിതൊന്ന് അനലൈസ് ചെയ്തു. ഇപ്പോൾ അനലൈസിങ് പരിപാടി ഇപ്പം ഞാൻ ചെയ്യാറില്ല. പക്ഷെ എന്തോ സമയം ഉണ്ടായതിൻ്റെ പേരിൽ ഞാൻ ഒന്ന് അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലായി. ഈ ബാധകൾ ആക്ച്വലി പറഞ്ഞേക്കുന്നത് ഇവർ പോയി സഹായത്തിന് വേണ്ടി പോയ കർമ്മി തന്നെയാണ് ചെയ്യുന്നത്. അതിന് കാരണമുണ്ട്. അപ്പോൾ ആ കാരണം ഞാൻ ചോദിച്ച് പിടിച്ച് വന്നപ്പോൾ അവരെനിക്ക് കാര്യങ്ങൾ പറഞ്ഞു, ഇന്ന പോലെ കാര്യങ്ങൾ പറഞ്ഞു. എനിക്കത് വളരെ ക്ലിയറായിട്ട് തന്നെ അത് പറഞ്ഞു കൊടുക്കാൻ പറ്റി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ചില ആളുകൾ, അതിൽ നല്ല ആൾക്കാരൊക്കെ ഉണ്ട്, ചെയ്യുന്നവർ നല്ലവരൊക്കെ ഉണ്ട്, ചില നീചമായ ചിന്തകളുള്ള ആൾക്കാരുണ്ട്. അവർക്ക് പണം മാത്രമാണ് ലക്ഷ്യം, പൈസ. അപ്പോൾ അവർക്ക് വരുമാനം ഇല്ലാണ്ടാകുമ്പോൾ ഇവർ ഇതുപോലെ എന്ത് ചെയ്യും, ഇവരുടെ സ്ഥിരമായിട്ട് വരുന്ന ക്ലയൻറ്റുകളുടെ അടുത്തേക്ക് ഇവർ തന്നെ ബാധന അയക്കും. അങ്ങനത്തെ ചില ആൾക്കാരുണ്ട്. ഞാൻ ഒരാളെയും കുറ്റം പറയണല്ലോ കേട്ടോ, ഇത് റിയാലിറ്റി, എനിക്ക് എക്സ്പീരിയൻസ് കിട്ടിയൊരു കാര്യമാണ്, അതുകൊണ്ട് പറയുന്നതാണ്. എന്ന് വെച്ചിട്ട് എല്ലാ കർമ്മികളും മോശക്കാരാണെന്ന് ഞാൻ അവിടെ പറയണില്ല. നല്ല ആൾക്കാരുണ്ട്, എടുത്ത് മാറ്റി കൊടുക്കുന്നവരുണ്ട്, എല്ലാം ഉണ്ട്. നന്മയും തിന്മയും രണ്ടും ഉണ്ടല്ലോ, എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു ജസ്റ്റ് അവയർനെസ് കൊടുക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ എനിക്കുള്ളൂ. ഞാൻ ആരെയും ഹർട്ട് ചെയ്യാനോ ഒന്നും ഉദ്ദേശിച്ചിട്ട് പറയണല്ല. ഈ പറ്റുന്ന കേസിൽ സംഭവിച്ചതാണ്. അപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് എനിക്ക് ദേവി കാണിച്ചു തന്നു, ഇന്ന പോലെ സംഭവം കാണിച്ചു തന്നു. ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവർക്കത് കറക്റ്റായിട്ട് ഷാർപ്പായിട്ട് മനസ്സിലായി ഇതാണ് സംഭവം. സമാനമായ അനുഭവം ഇതിനു മുമ്പ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ തന്നെ വേറെ ക്ലയൻറ്റിൻ്റെ ഇതുപോലെ തന്നെ ഇത് സെയിം സംഭവം. അപ്പോൾ സാമ്പത്തികമായ ഇടപാടുകൾ നിങ്ങൾ സൂക്ഷിച്ച് ചെയ്യുക. കാരണം ഒരുപാട് പൈസയുടെ കാര്യങ്ങൾ വരുമ്പോഴാണ് ഇത്തരം വിഷയങ്ങൾ പലപ്പോഴും ഈ അപകടകരമായ രീതിയിലേക്ക് ഈ കാര്യങ്ങൾ പോവുക. പിന്നെ ഇതൊരു ഭാഗം. ഇനി മറുഭാഗമുണ്ട്. ഈ ശത്രുബാധ ചിലപ്പോൾ വീണ്ടും വീണ്ടും വന്നേക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് സായിയായിട്ട്, ഇപ്പോൾ ഉദാഹരണം ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഇപ്പോൾ എൻ്റെ ഈ ഇരിക്കണ ഭൂമി തൊട്ടടുത്തുള്ള ഒരു പാർട്ടിക്ക് വേണമെന്ന് വിചാരിക്കും.
അവരെന്നോട് ചോദിക്കുകയാണ് കൊടുക്കുമോ. ഞാൻ പറഞ്ഞു ഇല്ല, തരില്ല. കാരണം ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്ന ഒരു ഭൂമിയാണ്, എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ പിന്നെ കൊടുത്തിട്ട് പോകേണ്ട കാര്യമില്ലല്ലോ അല്ലേ. അപ്പോൾ അവർക്കത് വേണം, എന്തെങ്കിലും പ്രത്യേക ഒരു പർട്ടിക്കുലർ ഒരു ആവശ്യം, ഒരു പ്രൊജക്റ്റ് ആയിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ആവശ്യമാണെന്ന് വിചാരിക്കും. അവരെന്താ ചെയ്യുക, അവരിതുപോലെ തന്നെ ഈ ബ്ലാക്ക് മാജിക്ക് എൻ്റെ മുകളിൽ ചെയ്യും അല്ലേ. അപ്പോൾ എനിക്കിവിടെ നിന്ന് വിട്ടു പോകാൻ വേണ്ടി തോന്നുന്ന രീതിയിലുള്ള ക്രിയകളായിരിക്കും അവർ ചെയ്യുക. അപ്പോൾ ഇവിടെ ഇരുന്നതിൽ എനിക്ക് ഭയങ്കര സംഭ്രമം, ഇറിറ്റേഷൻ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും അല്ലേ. കുറേ കഴിയുമ്പോൾ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പോയാൽ മതി, ഇവിടെ നമുക്ക് വേണ്ട, നമുക്ക് എവിടെയെങ്കിലും പോയി വേറെ എവിടെയെങ്കിലും പോയി ഇവിടെ നിന്ന് മാറിപ്പോവുക. കാരണം നമ്മൾ ഇവിടെ നിന്ന് പോയി നമ്മൾ വേറെ സ്ഥലത്ത് പോയി വേറെ വീട്ടിൽ പോയിരിക്കാൻ നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ദോഷമെന്ന് വിചാരിക്കണം, സ്ഥലത്തിൻ്റെ ദോഷമെന്ന് വിചാരിക്കണം അല്ലേ. അപ്പോൾ നമ്മളിത് വായിച്ച് മാറ്റിയെന്ന് വരികയും, പക്ഷെ അവൻ്റെ ലക്ഷ്യം നിറവേറ്റുന്നത് വരെയും ആ ശത്രു ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. സ്റ്റോപ്പ് ചെയ്യാൻ പറ്റണമെങ്കിൽ ഇതുപോലെ നമ്മൾ അവൻ്റെ ഉള്ളിൽ നിന്ന് ഈ ചിന്തന മാറ്റണം. അപ്പോൾ അതിന് മഹാകാളിയിലുള്ള വഴിയുണ്ട്. ആ വ്യക്തിനെ ഒന്ന് ഹീൽ ചെയ്താൽ ചിലപ്പോൾ രക്ഷപ്പെട്ടു പോന്നാൽ അവൻ്റെ ആ ശക്തി ഒന്ന് കുറയും, അവൻ്റെ ആഗ്രഹം ചിലപ്പോൾ ഉപേക്ഷിക്കാനും സാധ്യതയുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു ആശയമുണ്ട്, ഒരു ടിപ്പുണ്ട് നമുക്കിവിടെ. പക്ഷേ നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്കൊരിക്കലും ശത്രുവിനെ ഹീൽ ചെയ്യുന്ന കാര്യം പറഞ്ഞാൽ ആരും സമ്മതിക്കില്ല. അതെങ്ങനെ ശരിയാവണത്, അവരെന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കണമെന്ന് ഞാൻ ഹീൽ ചെയ്യണം, വേറെ പണിയൊന്നുമില്ലെന്ന് ചോദിക്കും അല്ലേ. സ്വാഭാവികമായിട്ട് നമ്മൾ എങ്ങനെ ചിന്തിക്കുള്ളൂ. പക്ഷേ യുക്തിപരമായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ അതാണ് ബുദ്ധി. കാരണം നമ്മളല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഈ ബാധന ഒഴിപ്പിച്ചുകൊണ്ടേയിരിക്കണം അല്ലേ. അപ്പം നിങ്ങൾക്ക് ഈ വിദ്യയൊക്കെ അറിയുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ടേക്കും മറുപടി കൊടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ തിരിച്ചങ്ങോട്ടേക്കും ചെയ്യാൻ പറ്റും. തിരിച്ചങ്ങോട്ടേക്ക് ചെയ്യുമ്പോൾ എന്താ കുഴപ്പമെന്നറിയോ, തിരിച്ചങ്ങോട്ടേക്ക് ചെയ്യുന്ന വരി അവൻ ഇതിൻ്റെ ഉസ്താദായിരിക്കും. അവൻ നോക്കുമ്പോൾ എന്താണ്, നമ്മൾ അങ്ങോട്ടേക്കും തിരിച്ച് കർമ്മം ചെയ്തെന്ന് മറ്റേ തെളിയും, പ്രശ്നം നോക്കുമ്പോൾ തെളിയും. അപ്പോൾ അവൻ്റെ പണി ഡബിൾ സ്ട്രോങ്ങിലാണ് പിന്നെ അടുത്തത്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും നടന്നു പോകുമ്പോൾ തലയും കുത്തി എവിടെയെങ്കിലും വീഴാണ്ടിരുന്ന ഭാഗ്യം. അങ്ങനത്തെ പല പല പണികളും ഈ മാന്ത്രികത്തിലുണ്ട്, അവരുടെ ശാസ്ത്രത്തിനകത്തുണ്ട്. എനിക്ക് അറിഞ്ഞൂടാ അതിനെപ്പറ്റിയൊന്നും, പക്ഷേ പറഞ്ഞു കേട്ടുള്ള അറിവ് എനിക്കുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോകാതിരിക്കുക. മഹാത്മാഗാന്ധി പറഞ്ഞ പോലെ ഇവിടെ അടിച്ചാൽ ഇവിടെയും അടിച്ചോളൂ എന്ന് പറഞ്ഞ പോലെ പുള്ളി വെറുതെ പറഞ്ഞേക്കണല്ലത്, അതൊരു വലിയ തത്വമാണത്. അപ്പോൾ നമ്മൾ ഒഴിഞ്ഞു മാറി പോവുക, മറ്റുള്ള സോളുകളെ ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളത് ഈ പ്രപഞ്ചത്തിൻ്റെ തത്വമാണ്. പല പ്രകോപനങ്ങളും നമുക്ക് ഉണ്ടാവും. ആളുകൾ വന്നിട്ട് നമ്മളിപ്പോൾ നിന്നെ ഇപ്പോൾ ശരിയായിക്കളയും, നിന്നെ ഇപ്പോൾ കൊല്ലും തല്ലും ഇതൊക്കെ പറഞ്ഞ് ചീത്ത വളരെ മോശമായ വാക്കുകളൊക്കെ പോയി നമ്മളിങ്ങനെ ഇളക്കാൻ നോക്കും. അപ്പോൾ നമ്മളും അതേപോലെ പ്രതികരിക്കും സ്വാഭാവികമായിട്ട് അല്ലേ. നമ്മളിങ്ങനെ ചിരിച്ചിട്ടെങ്ങനെ നിന്നാലാ കുറേ കഴിയുമ്പോൾ അവന് ദേഷ്യം കയറും, അവന് ഭ്രാന്താവും, ഇവനോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല, എന്നാൽ അങ്ങോട്ട് പോയേക്കാന്ന് വിചാരിക്കും അല്ലേ. അതല്ലേ നല്ലത്. അതാണ് മഹാത്മാഗാന്ധി ഉദ്ദേശിച്ചത്, അതിൻ്റെ അർത്ഥം അതാണ്. അപ്പോൾ നമ്മൾ ആ പ്രകോപനത്തിൽ വീഴാതിരിക്കുക, അങ്ങനെ ചിന്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി. അത് തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ അടുത്ത് ആരും തല്ലുപിടിക്കാനൊന്നും ഒരാളില്ല പൊതുവേ. പിന്നെ എന്നെ അറിയാവുന്ന ആളുകൾ, ഞാൻ ഏത് മേഖലയിൽ നിൽക്കുന്ന ആളാണെന്ന് അറിയുന്ന ഒരാളും ആ ഒരു മാർഗത്തിലേക്ക് വരില്ല. കാരണം നമ്മൾ അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. നമ്മളൊരാളെയും ഉപദ്രവിക്കുന്ന ഒരു പരിപാടി നമുക്കില്ല. എല്ലാവരും സഹായിക്കാമെന്നുള്ളൊരു ലക്ഷ്യത്തോടെ ഇരിക്കുന്ന ആളാണ്. എന്നാൽ ഉഗ്രരൂപത്തിലുള്ള ഭദ്രകാളി അല്ലെങ്കിൽ മഹാകാളി അല്ലെങ്കിൽ വരാഹി ദേവി ഇതൊക്കെ നമ്മളിവിടെ ഉണ്ട്. അതിൻ്റെ സപ്പോർട്ടിലാണ് ഞാൻ ഇരിക്കുന്നത്, ഇതൊക്കെ എല്ലാം പറയുന്നത്. ഒരാളെയും പേടിയില്ല എനിക്ക്, അല്ലെങ്കിൽ പ്രയത്നം പേടിയില്ല, ഒന്നിനെയും ഞാൻ ഭയക്കുന്നില്ല, മനുഷ്യനെയും ഭയക്കുന്നില്ല. അതുകൊണ്ട് പല രക്ഷയ്ക്കായിട്ട് ഇത്തരം ആളുകൾ, ശക്തികൾ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഉറച്ച വിശ്വാസമുള്ളതുകൊണ്ടാണ് ധൈര്യമായിട്ട് ഞാൻ ഇത്തരം കാര്യങ്ങളോട് ഇന്ന് പറയണത്. ആദ്യമേ ഞാൻ പറഞ്ഞു, കൂടുതൽ തർക്കത്തിനോ അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റിനോ എനിക്ക് താല്പര്യമില്ല. പക്ഷേ ഒരാളിങ്ങനെ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് അതിനൊരു മറുപടി ഉത്തരമായിട്ട് ആണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കർമ്മം ചെയ്യാൻ നിൽക്കുന്ന ആളുകളുടെ കുഴപ്പം കൊണ്ട് മാത്രമല്ല സംഭവിക്കുന്നത്, അതും ഒരു ഭാഗമാണ്. അവർക്ക് കർമ്മം ചെയ്ത് മാറ്റിത്തരാൻ പറ്റും. പക്ഷേ നിങ്ങളുടെ ശത്രു സ്ട്രോങ് ആണെങ്കിൽ വീണ്ടും വീണ്ടും കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അതിന് നിങ്ങൾ അതിനുള്ള മാർഗ്ഗങ്ങൾ നിങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പിന്നെ ആദ്യം പറഞ്ഞ എല്ലാത്തിലും ഇതുപോലെ മോശമായ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ഉണ്ട് എന്നുള്ള റിയാലിറ്റിനെ പറ്റി ഞാൻ പറഞ്ഞു. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. എന്ന് വെച്ചിട്ട് എല്ലാവരും അങ്ങനെയാണെന്ന് വിചാരിക്കാൻ ചെയ്യരുത്. നല്ല മനുഷ്യന്മാരും ഈ കൂട്ടത്തിലുണ്ട്, നല്ല ജ്യോത്സ്യന്മാരുണ്ട്, നല്ല കർമ്മികളുണ്ട്, നല്ല പൂജാരികളുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം കൂടി ചേർന്നതാണ് നമ്മുടെ ഈ സമൂഹം. അപ്പോൾ എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.